ഫിയർ ആൻഡ് ഫെയ്ത്ത്. എന്താണ് ഈ ഫിയർ ആൻഡ് ഫെയ്ത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫിയർ എന്ന് പറഞ്ഞാൽ പേടി, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം അല്ലേ. വിശ്വാസം മീൻസ് റിലീജിയസ് അല്ല, അത് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫിയറും ഫെയ്ത്തും എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ വിചാരിക്കുന്നത് അത് എന്തോ ഒരു സംഭവം, പക്ഷെ ശരിക്കും അത് രണ്ടും ഒരു ഇമോഷനാണ്. ശരിക്കും അങ്ങനെ ഒരു സംഭവം ഇല്ല. ഫിയറും ഫെയ്ത്തും എന്ന് പറഞ്ഞാൽ ഇല്ല. അത് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇമോഷനാണ് ഈ ഫിയർ ആൻഡ് ഫെയ്ത്ത്. രണ്ടും സെയിം ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ ഫിയർ ആൻഡ് ഫെയ്ത്ത് എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന എപ്പോഴാണ്, ഏത് സാഹചര്യത്തിലൊക്കെയാണ് നമുക്ക് ഈ ഫിയർ ആൻഡ് ഫെയ്ത്ത് വരുന്നത്? അപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർ പോകുന്നു. ഈ ഒരാൾക്ക് അയാളുടെ സ്കില്ലിൽ വളരെ വിശ്വാസമുള്ള ഒരാളാണ്. അയാളുടെ ആ ജോലിക്ക് പറ്റിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അയാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ, ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി കിട്ടും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരാളാണ്. ഇനി മറ്റാളാണെങ്കിലോ അയാൾക്ക് എപ്പോഴും ആ റിസൾട്ടിനെ കുറിച്ചുള്ള ഒരു പേടിയുണ്ട് അല്ലേ. അയ്യോ എനിക്ക് ഈ ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ള ആ ഒരു പേടി. അതായത് രണ്ടും എന്താണ്, ഔട്ട്കമാണ്. ആ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഫിയറും ഫെയ്ത്തും ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ആൾക്ക് അയാളുടെ സ്കില്ലിലുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് അയാൾക്ക് ആ ജോലി കിട്ടുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് ധാരണയുണ്ട്. മറ്റാൾക്ക് അതല്ല, ആൾക്ക് പേടിയാണ്, എനിക്ക് ഈ ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് പേടി. അപ്പൊ അത് രണ്ടും ഒരു ഇമോഷനാണ് അല്ലേ. അല്ലാണ്ട് അങ്ങനെ ഒരു സംഭവമില്ല. നമ്മൾ ആ സമയത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ഇമോഷനാണ് ഫിയറും ഫെയ്ത്തും. അതൊന്ന് നമ്മൾ പോസിറ്റീവായി എടുക്കുമ്പോൾ നമുക്ക് അത് ഫെയ്ത്തായി മാറി. മറ്റത് എന്താണ്, ഫിയർ ആണ്. ഫിയർ എന്നുള്ള ആൾക്ക് പേടിയാണ്, അയാളുടെ റിസൾട്ട് നെഗറ്റീവ് ആവോ അല്ലെങ്കിൽ എനിക്ക് കിട്ടുമോ എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് അയാൾക്കുള്ളത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ പേടി നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പൊ ഇതൊന്ന് മാറണമെങ്കിൽ എന്താണ് വേണ്ടത്, നമ്മൾ സ്വയം എന്താ പറയുക, എനർജറ്റിക് ആവണം. നമ്മളെ എനർജി എപ്പോഴും ഗെയിൻ ചെയ്തിട്ട് നമ്മളിലുള്ള കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം. നമ്മൾ സ്കിൽഡ് ആയിരിക്കണം. നമ്മൾ സ്കിൽഡ് ആണെങ്കിൽ നമുക്ക് എവിടെ പോയാലും എന്താണ്, നമുക്ക് ആ ധൈര്യത്തിൽ പോയിട്ട് ഇന്റർവ്യൂ ആയാലും എന്ത് കാര്യങ്ങളായാലും നമ്മൾ അതിനെക്കുറിച്ച് നന്നായി പഠിച്ച് നമ്മൾ സ്കിൽഡായി, നമ്മൾ സ്വയം കോൺഫിഡന്റ് ആയി ആ കാര്യത്തെക്കുറിച്ച് അറിയും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫെയ്ത്തായി. അതൊരു പോസിറ്റീവ് എനർജി ഗെയിനിങ് ആണ്. നമ്മുടെ മനസ്സിനുള്ളിൽ അതൊരു ഉറച്ച വിശ്വാസമായി മാറി. നമ്മളെ കൊണ്ട് കഴിയും, നമ്മൾ സ്കിൽഡാണ് അല്ലേ. അപ്പോൾ ആ പേടിയുള്ള ആളെ കുറിച്ച്, പേടി എന്നുള്ളത് മാറ്റിയെടുക്കണം. എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മൾ ആ അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ മതി. സ്കിൽഡായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ആ എന്ത് കാര്യത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡന്റ് ആയി ആ കാര്യം നമുക്ക് നേരിട്ട്, അതായത് എങ്ങനെ വന്നാലും നമ്മൾ ആ കാര്യത്തെ നേരിടും. നമ്മുടെ കയ്യിൽ പേടിയില്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും, ഫിയറും ഫെയ്ത്തും നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന രണ്ട് ഇമോഷനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഫിയറിനെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫെയ്ത്തിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി കഴിഞ്ഞാൽ ഈ കഥ സംഭവങ്ങളൊക്കെ ഓക്കെയാവും.